ത്തേക്ക് മഹാനവറുകൾ യാത്ര ചെയ്തു വരുന്നു. ആ രാത്രിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്. ഇദ്ദേഹം വന്ന് ഒരു ഫസല്ല ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലേക്കാ വന്നത്. മക്ക വഴിയെ വരുന്നത്, പക്ഷെ അവിടെ തങ്ങിയില്ല, നേരെ മദീനത്തേക്ക് എത്തി. മദീനത്തെ ഒരു പള്ളിയുടെ ഒരു തൂണിലേക്ക് നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മസ്ജിദിൽ തഹിയ്യത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആളുകളൊക്കെ അറിഞ്ഞിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അസ്വദുൽ അനസി ഒരു മഹാനെ പിടിച്ച് തീയിലേക്കിട്ടിട്ട് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്ന വാർത്ത സ്വഹാബിമാർ മദീനയിൽ അറിഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഓടി വന്നു. അവർ പറഞ്ഞു, ഇത് ഖലീലു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലേക്ക് അള്ളാഹു തന്ന ഖലീലാണ്. ആരെപ്പോലെ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു മഹാത്ഭുതം ചെയ്ത പോലെ. അൽഹംദുലില്ലാഹില്ലദീ അറാനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫുഇല ബി ഇബ്രാഹീമ ഫനജാ മിനന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലോത്തത് ഞങ്ങളുടെ ഉമ്മത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് എന്നവര്, ഉമർ റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർ അതിന് സാക്ഷികളാണ്. അങ്ങനെയും ഒരു മഹാത്ഭുതം നടന്നു. അവിടെ നടന്ന സംവാദം യുക്തിവാദവും വിശ്വാസവും തമ്മിലാണ്. ബഹുദൈവാരാധനയും നുണവാദവും സത്യവാദവും തമ്മിലാണ്. ഹിവാറും ബൈന ഷഖീൻ വ സഈദ്. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി വലിയൊരു കറാമത്തിലൂടെ രക്ഷപ്പെട്ട മഹാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയാറുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ കലിമത്തുൻ ഖാലഹാ ഇബ്രാഹീമു ഹീന ഉൽഖിയ ഫിന്നാർ. തീയിലേക്ക് എറിയപ്പെടുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹുവേ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു റബ്ബേ, നിന്നെ ഭരമേൽപ്പിക്കപ്പെടുമ്പോൾ നീ തന്നെ ധാരാളമാണല്ലോ അല്ലാഹുവേ, നീ എനിക്ക് മതി എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഫജഅലഹല്ലാഹു ബർദൻ വസലാമ. അപ്പോഴാണ് അല്ലാഹു തണുപ്പും രക്ഷയുമാക്കി മാറ്റിക്കൊടുത്തത്. വഖാലഹാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖീല ലഹു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ശത്രുക്കൾ ഖന്ദഖ് യുദ്ധ പരിസരത്ത് അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ നബി തങ്ങൾക്ക് വേണ്ടി ശത്രുക്കൾ ഒരുമിച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഒന്ന് ചൊല്ലി നോക്കൂ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ വാക്ക് ഒരു മുസ്ലിമിന്റെ കൈകളിൽ ഉണ്ടായിരിക്കെ എന്തിനാണ് പേടിക്കുന്നത്? അബ്ബാസ് തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് മറ്റൊരു റിവായത്താണ്. എങ്ങനെയാണ് കൈഫ യഷ്ഖാ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യന് എങ്ങനെയാണ് പരാജയം സംഭവിക്കുന്നത്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ കയ്യിലുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധിയിലും അത് കാവലാണ്. എങ്ങനെ മനസ്സുറപ്പിച്ച് പറയാം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. قالها ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ഫിന്നാർ. നരകത്തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അല്ലാഹു രക്ഷപ്പെടുത്തി. ഹബീബായ നബി തങ്ങളും പറഞ്ഞു, ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു രക്ഷ കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങൾക്കാണ്. ആ ഹൃദയത്തിന്റെ വെളിച്ചമാണ് ഇബ്രാഹിം നബിക്ക്. അന്ധതയാണ് നമ്രൂദിനുണ്ടാകുന്നത്. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം എന്നവർക്ക് ഹൃദയത്തിന്റെ കാഴ്ചയുണ്ട്, കണ്ണിന്റെ കാഴ്ചയില്ല. പക്ഷേ അബൂജഹലിന് ഹൃദയത്തിന്റെ കാഴ്ചയില്ല, കണ്ണിന്റെ കാഴ്ചയുണ്ട്. എന്ത് ഫലം? അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅമാ. നബിയെ, വിശുദ്ധമായ ഖുർആൻ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആളും അന്ധനായ ആളും ഒരുപോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണിന്റെ അന്ധതയല്ല അല്ലാഹുവോട് പറയുന്നത്. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു
കണ്ണിന്റെ കാഴ്ച ഇല്ലാതിരുന്ന സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട മഹാപണ്ഡിത പ്രതിഭ എന്ന് പറയുന്ന സയ്യിദുൽ മുഫസ്സിരീൻ, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് നബിതങ്ങൾക്ക് ശേഷം അറിയപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ. അല്ലാഹുവേ ഇബ്നു അബ്ബാസ് എന്നവർക്ക് നീ ദീനിന്റെ അറിവ് കൊടുക്കണമേ, ഇബ്നു അബ്ബാസ് എന്നവർക്ക് ഖുർആനിന്റെ വ്യാഖ്യാനം അറിയിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഷുഗറൊക്കെ വരുമ്പോഴേ ഷുഗർ കൊണ്ട് ഒരുപാട് പ്രയാസം വരും. അല്ലാഹു അത്തരം അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണ്, നമ്മുടെ ആരോഗ്യം, ഉള്ള നിഅമത്ത് പോകാതിരിക്കാൻ നമ്മൾ ദ്വാരക്കണം. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യവും ആഫിയത്തും നിന്റെ നിഅമത്തും നീ തിരിച്ചെടുത്തു കൊണ്ടുപോകല്ലേ. കണ്ണൊക്കെ കണ്ട് നടന്നിട്ട് കാണാതാവുക എന്ന് പറഞ്ഞ വലിയ പ്രയാസല്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 70 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ണിന് അന്ധത ബാധിക്കുകയുണ്ടായി. അപ്പോൾ ഒരാൾ വന്ന് ബഹുമാനപ്പെട്ടവരോട്, അസൂയയുള്ള ഒരാൾ, ഞാനായിരിക്കും അന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ റബ്ബേ ഇതൊക്കെ, ഇബ്നു അബ്ബാസ് എന്നവരോട് അസൂയ. മക്കയിലെ ഹറമിൽ പതിറ്റാണ്ടുകളോളം ദർസ് നടത്തിയ മുദരിസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വഫാത്താകാൻ കാലത്ത് മഹാൻ ത്വായിഫിലേക്ക് പോയി. അങ്ങനെ ത്വായിഫ് വെച്ചിട്ടാണ് വഫാത്താകുന്നത്. പക്ഷേ ജീവിതകാലത്തിൻ്റെ വലിയൊരു ഭാഗം മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിലെ മുദരിസാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബിൻ്റെ മുത്താപ്പാൻ്റെ മോൻ, എളാപ്പയുടെ മോനല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നബിൻ്റെ എളാപ്പയാണ്, തങ്ങളുട്ടിയാണ്. മഹാന്റെ കാഴ്ച പോയപ്പോൾ ഒരു അസൂയക്കാരൻ അയാൾ വന്നിട്ട് പറഞ്ഞു, അഹ്സനല്ലാഹു അസാഅക ഫീ ഐനൈക യാ ഇബ്നു അബ്ബാസ്. അഹ്സനല്ലാഹു അസാഅക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയില്ലേ, ആ സങ്കടത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുചേരുന്നു. മരിച്ചാൽ പറയുന്നൊരു വാക്കാണത്, മരിച്ച വിട്ടിച്ചെന്ന് പറയുന്ന വാക്കാണത്. പക്ഷേ ഒരാളോട് അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് മൂത്ത അസൂയക്കാരൻ വന്നിട്ടായി പറഞ്ഞത്. അപ്പോൾ ഇബ്നു അബ്ബാസ് നിങ്ങൾക്കറിയാം, ഇതെനിക്ക് വേണ്ടി ദ്വാരക്കൊന്നുമല്ല, അത് ഇയാൾ എൻ്റെ കണ്ണുപോയ സന്തോഷത്തിലാണ്. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്ന പോലെ കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ ഭയങ്കര സന്തോഷം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുത്തു, യഖുദില്ലാഹു മിൻ ഐനയ്യ നൂറഹുമാ ففي فؤادي وقلبي منهما نور قلب ذكي وعقلي غير ذي عوج وفي فمي صارم كالسيف مشهور. മനോഹരമായ മറുപടിയാണ്. യഖുദില്ലാഹു മിൻ ഐനയ്യ നൂറഹുമാ, എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു എടുത്തു കൊണ്ടുപോയാൽ എന്താണ്? ഫഫീ ഫുആദി വഅഖ്ലി മിൻഹുമാ നൂറു, എൻ്റെ ഹൃദയത്തിലും എൻ്റെ ചിന്തയിലും ഇപ്പോൾ എനിക്ക് വെളിച്ചമുണ്ട്, നൂറുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയിലേ പോയിട്ടുള്ളൂ, എൻ്റെ ഖൽബിൻ്റെ കാഴ്ച പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും മുഅ്മിനാണ്, ഞാൻ അല്ലാഹുവിൻ്റെ ഖലാ അംഗീകരിക്കുന്ന ആളാണ്. ഖൽബി ദകിയുൻ വഅഖ്ലി ഗൈറു ദീ ഇവജിൻ, എൻ്റെ ഹൃദയത്തിന് നന്മ അറിയാം, എൻ്റെ ചിന്തകൾക്ക് നന്മ അറിയാം. വഫീ ഫമീ സാരിമുൻ കസ്സൈഫി മഷ്ഹൂറു, എൻ്റെ ഹൃദയം ശുദ്ധമാണ്, എൻ്റെ വായ, എൻ്റെ നാവ് കൊണ്ട് എനിക്ക് ഒരു വാള് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ ശക്തമായ മറുപടി കൊടുക്കാനും അറിവ് നൽകാനും ജ്ഞാനം പകർന്നു കൊടുക്കാനും നിങ്ങളോട് സംവദിക്കാനും സംവേദനം ചെയ്യാനും അറിവ് പകർന്നു കൊടുക്കാനും എൻ്റെ നാവിന് അല്ലാഹു കഴിവ് തന്നിട്ടുണ്ടല്ലോ. കണ്ണുകളുടെ കാഴ്ചയല്ലേ പോയിട്ടുള്ളൂ, അതിനെന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? അപ്പം ആ മനുഷ്യന് ശരിക്കും വയറ് നിറച്ച് കിട്ടി. അദ്ദേഹം കണ്ണിൻ്റെ കാഴ്ച പോയി സന്തോഷിച്ചത്. എനിക്കിതിനൊന്നൊരു കുഴപ്പമില്ലടോ, കണ്ണിൻ്റെ കാഴ്ചയല്ലേ പോയിട്ടുള്ളൂ. ആരുടേതായി പോയത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. പക്ഷേ ഹൃദയത്തിന് വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് കണ്ണുകളുള്ള നമുക്ക് നഷ്ടപ്പെട്ടുകൂടാത്തത്. കണ്ണുണ്ട്, പക്ഷെ ഹൃദയത്തിന് കണ്ണില്ല. എന്താ കാര്യം? ഒരു കാര്യമില്ല. എല്ലാം ആ ഒരു വീക്ഷണത്തിൽ കാണണം. എല്ലാം നടത്തുന്നത് അല്ലാഹുവാണ്.
ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊരു കുട്ടി വീണ് മരിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ലാ സമഹല്ലാ, അങ്ങനെ സംഭവിച്ചാൽ, ഇപ്പോൾ ബിൽഡിംഗ് വർക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളോ ആരെങ്കിലും മേലെ നിന്ന് താഴെ വീണു മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാപ്പ എന്ത് ചെയ്യും? കുട്ടീനെടുത്ത് കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഉണ്ടോ ജീവൻ കിട്ടുമോ ഇല്ലേ നോക്കും, കുറേ കരയും അല്ലേ. നേരെ മറിച്ച് ഒരു ഓട്ടോറിക്ഷ തട്ടിയിട്ട് കുട്ടി മരിച്ചാൽ, അയാളുടെ മകൻ തന്നെ മരിച്ചത് വണ്ടി തട്ടിയിട്ടാന്ന് വിചാരിക്കുക, ആദ്യം ആ വണ്ടി അടിച്ചു പൊളിക്കും അല്ലേ, ആ ഡ്രൈവറെ പിടിച്ച് തല്ലും, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും, എന്നിട്ട് കുട്ടീനെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ മരണം സംഭവിച്ചത് ഈ ഡ്രൈവറാ കൊന്നതെന്ന് അപ്പോൾ തോന്നുക. ബിൽഡിംഗ് വന്ന് വീഴുമ്പോൾ പിന്നെ ആരും കാണില്ലല്ലോ, അപ്പോൾ പഠിച്ചോ തന്നെ. ഈ ബിൽഡിംഗ് വന്ന് വീണപ്പോഴും ആക്സിഡൻ്റ് ആയപ്പോഴും ഇതിൽ ഇടപെട്ടത് അള്ളാഹുവാണ് എന്ന് മുഅ്മിനായ മനുഷ്യന് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. നിങ്ങൾ കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കുക, അതൊന്നുമല്ല കുഴപ്പം. മരണം, ജീവിത മരണം നടത്തുന്നത് അള്ളാഹുവാണ്. ഇപ്പം നല്ല ഹോസ്പിറ്റലായിരിക്കും, ഒരു പ്രസവത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്, ഒരു ഉമ്മാക്ക് ബ്ലീഡിങ് ആയിട്ട് ആ ഉമ്മ മരിച്ചാൽ ഡോക്ടർമാർ എത്ര പരിശ്രമിച്ചാലും അള്ളാഹിൻ്റെ ഖളാ അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മരിച്ചാൽ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കും. ഇതല്ലേ നമുക്ക് സ്ഥിരം അറിയണ പരിപാടി, അടിച്ചു പൊളിക്കുക. അതുവരെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ സുഖപ്രസവം നടത്തി പോയിട്ടുണ്ടാവും, അതൊന്നും അവിടെ വിഷയമല്ല. നട്ടപ്പാതിരാക്ക് 2 മണിക്ക് പ്രസവമാണ്, 10 മണിക്കെങ്ങാനും വീട്ടിൽ പോയി കിടന്നുറങ്ങിയ ഡോക്ടർ 2 മണിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് വരും. ചിലപ്പോൾ 3 മണിക്കായിരിക്കും പ്രസവം, പുലർച്ചെ, ഉറക്കില്ല ഏറ്റങ്ങൾക്ക്. അങ്ങനെ അധ്വാനിക്കുന്ന ഡോക്ടർമാരില്ലേ, വിളിച്ചാൽ വരും, ഏത് സമയത്തും വിളിച്ചോ എന്ന് പറഞ്ഞ നമ്പർ വരെ കൊടുക്കും രോഗികൾക്ക്. പക്ഷേ ഒരു കൈപ്പിഴ പറ്റിയാൽ നമ്മുടെ സ്വഭാവം മാറും, ഈമാനില്ലാത്തതിൻ്റെ പേരിലാണ്. ഇത് അല്ലാഹു ഖദ്ദറ അല്ലാഹു വമാ ശാഅ ഫഅൽ. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോട്ടെ, ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. നേരെ മറിച്ച് ഈ വിധി നടന്നത് എൻ്റെ റബ്ബിൻ്റെ വിധിയാണ് എന്ന് നമ്മുടെ കൽബിലേക്ക് എന്താ വരാത്തത്? അവിടെയാണ് വിഷയം. എൻ്റെ കുട്ടിയെ കൊന്നത് ഡോക്ടറാണെന്ന് അപ്പോൾ പറയാം, അങ്ങനെയാണോ പറയേണ്ടത്? ഖാല അന ഉഹ്യി വ ഉമീ ഇന്നല്ലാഹ യുഹ്യി റബ്ബിയല്ലദീ യുഹ്യി വ യുമീത്. ഇതല്ലേ നമ്മുടെ അഖീദ, ഇതല്ലേ നമ്മുടെ വിശ്വാസം. നമുക്ക് തോന്നാറില്ല. കാരണം മുമ്പിലുണ്ടെങ്കിൽ അള്ളാഹിനെ കാണൂല, കാരണം ഒന്നും കാണില്ലെങ്കിൽ പിന്നെ അള്ളാഹ് ഉണ്ട് എന്ന് പറയും. ബിൽഡിംഗ് വന്ന് വീണതാ, കുട്ടി ഒറ്റയ്ക്ക് വെള്ളത്തിൽ മുങ്ങി മരിച്ചതാ, ആരും ചീത്ത പറയാനില്ലല്ലോ, അപ്പോൾ അള്ളാഹ് ഉണ്ട് എന്ന് പറയും. അല്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ പേരിൽ ചാരി വെക്കും. നമ്മുടെ ഈമാനും അഖീദയും ശരിക്കും നമ്മൾ കൽബിൽ ഉറപ്പിക്കണം. അപ്പോഴേ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ആശയം കിട്ടുള്ളൂ. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. 36,000 പാറാവുകാരുള്ള ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് നടന്നെടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ. നമ്മളൊന്ന് 3 സ്വലാത്ത് ചൊല്ലി ഒന്ന് എഴുന്നേറ്റിരുന്നാലോ? സമയമായി 11 മണിയായി. നമ്മൾ 9:45 തുടങ്ങിയത്, 9:45 1.25 മണിക്കൂറായി. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് പൊക്കി 2-3 പ്രാവശ്യം ഒന്ന് പൊക്കി താഴ്ത്തിയാലേ നല്ല റാഹത്തുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. കാലൊക്കെ ഒന്ന് കുടഞ്ഞ് പറ്റുമെങ്കിൽ നല്ല ചെയർ അങ്ങോട്ടോട്ട് മാറിയിട്ട്, ഒരാൾ അപ്പുറത്ത് നിന്നാൾ അങ്ങോട്ട് മാറി, അവിടെ ഇരുന്നാൾ ഇപ്പുറത്തിരിക്കുക. ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, കുട്ടികളൊക്കെ ഒന്ന് മാറി നോക്കി, അങ്ങോട്ടോട്ട് സ്വാപ്പ് ചെയ്യും ചെയർ, അങ്ങോട്ട് വലത്തുള്ള ആൾ എടുത്തുള്ള ആൾ വലത്തോട്ട് മാറിയിരുന്ന് നോക്കി. അപ്പോൾ സീറ്റൊക്കെ ഒന്ന് മാറുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും അല്ലേ? കുട്ടി മാറിയോ? നിങ്ങൾ ചെയർ തന്നെയായിരുന്നു, അപ്പുറത്ത് മാറിയില്ല. ഇരിക്കി ജസാക്കുമുല്ലാഹ് ഖൈർ. എല്ലാവരും ഇരുന്നില്ലേ? അൽഹംദുലില്ലാ. ഇന്ന് തിരക്കണ്ടേ പോയിക്കോളിട്ടാ, ഉറക്കം വരണ്ടേ പോയിക്കോളി. ഇപ്പോൾ ഉസ്താദിൻ്റെ വേദം ഇട്ടിട്ട് സുബഹി കിട്ടിയില്ല എന്ന് പറയാൻ നിൽക്കുന്നത്. അള്ളാഹിൻ്റെ അടുത്ത് എന്നെ കുറ്റക്കാരനാക്കരുതേ. അൽഹംദുലില്ലാ. അത് പിന്നെ പരിപാടി വേദമൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് സമയം പറയണ്ടേ, 2 മണിക്കൂറെങ്കിലും പറയണ്ടേ. 9:45 തുടങ്ങി 10:45 11:45 ആകണ്ടേ, അല്ലെ ഇപ്പോൾ ഉസ്താദ്മാർ വിടുമോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ അതുകൊണ്ട് കുറച്ച് സംസാരിക്കുകയാണ്. നിങ്ങൾ തിരക്കണേ പോയിക്കൊള്ളിട്ടോ. ബിസ്മില്ലാ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറോവയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. 10 കൊല്ലം ഷുഐബ് നബിൻ്റെ നാട്ടിലാണ്, മദീനിലാണ്, ജോർഡാൻ ഫലസ്തീനിൻ്റെ ബോർഡറിൽ കൻആനിലാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് സീനാ മലകളിൽ തുവാ താഴ്വരയിൽ വെച്ച്
വഹി ലഭിക്കുന്നത്, അള്ളാഹു നബിയാക്കുന്നത്. താഴെയിട്ടാൽ പാമ്പായി മാറുന്ന വലിയ ഒരു മുഅ്ജിസത്ത്, കക്ഷത്തിൽ വെച്ച് കൈയെടുത്താൽ കത്തിപ്രകാശിക്കുന്ന കൈ, നല്ല പ്രകാശം, അത് രണ്ടാമത് കക്ഷത്തിൽ വെച്ചാൽ അത് അണയും. ഈ രണ്ട് മുഅ്ജിസത്തുമായി ഫറോവയുടെ മുമ്പിലേക്ക് തിരിച്ചു പോവുകയാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. 36,000 പാറാവുകാർ അന്ന് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുണ്ട് എന്നാണ് ചരിത്രം. 36,000 പട്ടാളക്കാർ. ആലോചിക്കും, 100 ആളുണ്ടെങ്കിൽ തന്നെ വലിയ സംഭവമായിരിക്കും. 1000 ആളുണ്ടെങ്കിൽ തന്നെ യാ അല്ലാഹ് എത്ര സ്ഥലം വേണം അതിനൊക്കെ. 36,000 പാറാവുകാർ കാവൽ നിൽക്കുന്ന വലിയ ഒരു ഭീമമായ കവാടത്തിലൂടെ വേണം. അതിന് മുമ്പ് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫിർഔനിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവസാനത്തെ ആ ഒരു ഗേറ്റിന്റെ പരിസരം മുഴുവൻ 36,000 പട്ടാളക്കാർ അണിനിരന്ന് കാവൽ നിൽക്കുന്ന ഭാഗം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് അവസാനത്തെ ഡോറ്, ഫിർഔന്റെ മുമ്പിലേക്ക് കിടക്കുന്ന ഡോറ്, ഈ പട്ടാളക്കാരെ മുഴുവൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ ചെല്ലുന്നത്, ആ വടി കൊണ്ട് ഒരൊറ്റടിയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാം. അപ്പോൾ പെട്ടെന്നൊടുക്ക മെസ്സേജ് പോയി, ഒരു മജ്നൂന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോയിന്റ്മെന്റ് ഒക്കെ വാങ്ങിയതാണ്. ഒരു മജ്നൂന് വരുന്നുണ്ട്. യദ്ഖുലു അലൈക്കൽ ആന മജ്നൂൻ. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അകത്തേക്ക് കടക്കുമ്പോ മജ്നൂനാണോ വരുന്നത്, ഭ്രാന്തനാണോ വരുന്നത്? അല്ല, ഇന്ദി ദവാഉൽ ജുനൂൻ, ഭ്രാന്തിന്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഞാൻ മജ്നൂനല്ല, ഭ്രാന്തുള്ളവന്റെ ഭ്രാന്ത് ശരിയാക്കാനുള്ള മരുന്നാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ചുണക്കുട്ടിയാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ചെങ്കടൽ പിളർന്ന സംഭവം. ചെങ്കടൽ എന്ന് പറയുമ്പോൾ സുയസ് ഉൾക്കടലാണത്. ചെങ്കടലിന്റെ അവസാനം ലാസ്റ്റൊക്കെ എത്തിയാൽ 2 കൈവരിയായിട്ടാണ് ചെങ്കടൽ അവസാനിക്കുന്നത്. ഒരു ഭാഗത്ത് അഖബ, ഒരു ഭാഗത്ത് സുയസ്. സുയസ് ഉൾക്കടലാണ് കെയ്റോയുടെ പരിസരത്തുള്ളത്. അവിടെ നിന്നാണ് സുയസ് കനാലുള്ളത് മെഡിറ്ററേനിയൻ കടലിലേക്ക്. ആ ഭാഗമാണ് സയ്യിദുനാ മൂസാ അലൈഹി സ്വലാം മുറിച്ചടക്കുന്നത്. ആ മുറിച്ച് കടന്നാൽ ഇപ്പുറത്ത് ഇന്ന് വലിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ അത്ര വണ്ടി മുതൽ നമ്മുടെ ഈ ഈ ഒരു കർട്ടം വരെ നീളമുള്ള ഒരു റോഡ്, ഒറ്റ വഴി. ആ സ്ഥലത്തിൻ്റെ പേര് ഉയൂൻ മൂസ എന്നാണ്. അവിടുത്തെ ആ ഒരു ലൊക്കാലിറ്റിൻ്റെ പേരെന്നതാണ്, ആ ചെക്ക് പോസ്റ്റിൻ്റെ പേരും അതാ, ഉയൂൻ മൂസ. ഉയൂൻ മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ അരുവികൾ എന്നാണ്. കടൽ മുറിച്ച് കടന്നിട്ട് ഇക്കരത്തിയപ്പോൾ മരുഭൂമിയാണ്, വെള്ളമല്ല. മൂസാ നബി ഒരു ചെറിയ പാറയിൽ അടിച്ചപ്പോൾ പരിസരങ്ങളിൽ നിന്ന് ഉറവ പൊട്ടിയ 12 കിണറുകൾ ഇന്നും അവിടെ ഉണ്ട്. അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അടുത്ത് പോയിരുന്നു, അപ്പോൾ അത് തുറന്നിട്ടില്ല. ഉയൂൻ മൂസ വലിയ ചെക്ക് പോസ്റ്റാണ്. ആദ്യം ചെറിയ റോഡായിരുന്നു, ഇപ്പോൾ വലിയ റോഡ്. ഒരു 6-7 കാറുകൾക്കും ബാക്കി ട്രക്കിനോ കടന്നു പോകാനുള്ള വലിയൊരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട് ഉയൂൻ മൂസ. സ്ഥലത്തിൻ്റെ പേരതാ അലൈഹിസ്സലാം. അവിടേക്കാണ് മൂസാ നബി കടൽ കടന്നു വന്നത്. അപ്പുറത്ത് കെയ്റോ ആണ്. അപ്പോൾ ഏകദേശം കടൽ ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും. 3 കിലോമീറ്റർ 4 കിലോമീറ്ററോ അത്രേ വരും. അക്കരെ കരയാണ്, ഇപ്പുറം കര. അതിങ്ങനെ ഒന്നും ആ കടൽ അവസാനിക്കുന്ന ഭാഗത്ത് കരയിലൂടെ മൂസാ നബിക്ക് വരാൻ പറ്റും. പക്ഷെ ഈ കരയിലൂടെ വരാൻ റോഡ് തെറ്റിപ്പോയി ഈ വക്കത്താണ് എത്തിയത്. രാത്രിയാണ്, കപ്പലില്ല, ഒന്നുമില്ല. മൂസാ നബി ഉദ്ദേശിച്ചത് കെയ്റോയിൽ നിന്ന് ഈ കടൽ അവസാനിക്കുന്ന ഭാഗം, ഇവിടെ കരയുണ്ട്, ആ കരയിലൂടെ ഇങ്ങനെ വന്നാൽ നേരെ സീനാ മരുഭൂമിയാണ്, നേരെ പലസ്തീൻ വരെ പോകാം, പിന്നെ വെള്ളമൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് കയറാൻ വഴിതെറ്റിപ്പോയി നേരെ കടലിൻ്റെ മുമ്പിലേക്കാണ് എത്തിയത്. അപ്പം അവരൊക്കെ പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, മൂസാ നബിയെ നമ്മളെ പിടിച്ചു കൊണ്ടുപോകുമല്ലോ, നമ്മളെ ഫിർഔൻ പിടിക്കും, നമ്മളെ കൊല്ലുമല്ലോ. മൂസാ നബിന്റെ മറുപടി എന്താണെന്നറിയോ? 12,000 ആളുകളാണ് ബാക്കിന്ന് ഒച്ച വെച്ചത്. മൂസാ നബിയെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങി, ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ നാട് കടക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ കടലിന്റെ മുമ്പിലാണല്ലേ. കപ്പലുമില്ല, ഒന്നുമില്ല. നമ്മൾ പോകുന്നത് മുഴുവൻ ഫറോവയും പോലീസുകാർ അറിഞ്ഞും ചെയ്തു. അവർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട് ബാക്കിൽ. ഇന്നാല മുദ്റകൂൻ. മൂസാ നബിന്റെ മറുപടി, ഖല്ലാ, നിങ്ങളെ പിടിക്കേ നടക്കൂല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. എന്ത് വഴി? കപ്പലുണ്ടോ മുമ്പില്? ഒന്നുമില്ല. ലൈറ്റ് ഹൗസ് ഉണ്ടോ? ഒന്നും കാണുന്നില്ല, ഒരു വെളിച്ചമില്ല, രാത്രിയല്ലേ. മൂസാ നബി പറഞ്ഞ ആ വാക്കാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ഖല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. വഴി തെറ്റിപ്പോയി, ശരി തന്നെ. അല്ലാഹ് എന്റെ കൂടെയുണ്ട്. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഈ ഒരു തോന്നൽ മുഅ്മിനെ നമ്മുടെ കൽബിലേക്ക് വരണം. ചരിത്രം കേട്ടുപോകാനല്ല ഇത് ഖുർആൻ ചരിത്രം പറയുന്നത്. ചരിത്രം പറയുന്നത് അതിന്റെ പാഠങ്ങൾ, ഇതൊക്കെ വലിയ മെസ്സേജുകളാണ്.
ഒരു നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്തെ വലിയൊരു വാക്കാണത്. ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഖൗമിന് വിശ്വാസമല്ല, അവര് ഹാഫിന്റെ ആൾക്കാരാ. ഉണ്ടേക്കു എന്നാ ആവട്ടെ. മൂസാ നബി അല്ല, ഉണ്ട്, എൻ്റെ കൂടെയുണ്ട്, മിണ്ടാണ്ടിരിക്കിൻ, നിങ്ങൾ ആരും പിടിക്കൂല, ഫിർഔനെ പിടിക്കാൻ കിട്ടൂല. ഖല്ലാ. മൂസാ നബി അവിടെ വെയിറ്റ് ചെയ്തു. അതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി. മൂസാ നബിയെ കയ്യിലെ വടി കൊണ്ട് വെള്ളത്തിൽ അടിക്കാൻ പറയുന്നുണ്ട് അല്ലാഹു. വടി കൊണ്ട് അടിക്കാനോ? അടിക്കാം. ഒരൊറ്റടിയാണ് വെള്ളത്തിൽ. ആ അടിയിലാണ് കത്തൗദൈ ജിബാൽ, വലിയ പർവ്വതം നിൽക്കുന്ന പോലെ ഒഴുകുന്ന വെള്ളം അവിടെ സ്റ്റോപ്പായി നിന്നു. ഇത് ഖുർആൻ പറഞ്ഞ കഥയാ, അല്ലെങ്കിൽ മായാവി കഥ എന്ന് പറയുന്ന ആൾക്കാർ. ഇത് ഖുർആനാ പറഞ്ഞത്. കത്തൗദൈ ജിബാൽ, പർവ്വതങ്ങൾ നിൽക്കുന്ന പോലെ വെള്ളം മാറി നിന്നു. ബൈബിൾ പുസ്തകത്തിൽ എക്സോഡസ് എന്ന് പറയുന്ന ചരിത്രഭാഗം ഈ പലായനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ജൂതന്മാർക്ക് ഈ കഥ അറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം ഈ കഥ. ഖുർആനും പറഞ്ഞു ഈ ചരിത്രം. കത്തൗദൈ ജിബാൽ, മഹാപർവ്വതം പോലെ. അത് മാത്രമോ, അവർക്ക് നടന്നു പോകാനുള്ള വെള്ളം ഡ്രൈ ആണ്. അവിടെ ആ നിലം ഡ്രൈ ആണ്, വെള്ളം മാറി നിന്നു എന്ന് മാത്രമല്ല, 12,000 ആളുകൾക്ക് പോകാനുള്ള വഴിയാണത്. ആ വഴിയിലൂടെ അക്കരെ കടന്ന് മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ആ വെള്ളത്തിന്റെ നടുവിൽ ഫറോവ പറയുന്നു, ഇതാ കണ്ടില്ലേ, എനിക്ക് വേണ്ടി ഇവരെ പിടിക്കാൻ വേണ്ടി. അവർക്ക് വേണ്ടി, ഫിർഔന് വേണ്ടിയാണെങ്കിൽ മൂസാ നബി കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോവോ? അതിനെ അവൻ ആലോചിച്ചാൽ പോരെ? അവൻ വന്നിട്ടല്ലേ അങ്ങനെ ആവേണ്ടത്? മൂസാ നബിക്ക് വേണ്ടിയല്ലേ ഇത് പിളർന്നത്? അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയാണ് പിളർന്നത്, കടന്നോളൂ, പിടിച്ചോളൂ അവരെ, ഞാനും വരാം പിന്നാലെ. സമുദ്രത്തിന്റെ പകുതി എത്തിയിട്ടുള്ളൂ, 2 കിലോമീറ്റർ അങ്ങനെ അവർ യാത്ര ചെയ്തിട്ടുള്ളൂ കടലിൽ. അല്ലാഹു കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിലേക്ക് പോവാൻ. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, മൂസാ നബിയെ ഫറോവയുടെ അരികത്തേക്ക് പോകണം, അവൻ തഗാ, സർവ അതിർവരമ്പുകളും ഭേദിച്ചു കടന്ന് എല്ലാ തരത്തിലുമുള്ള ദുൽമ്, പരാക്രമം, ചിന്തയിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അവൻ അക്രമിയായിരിക്കുന്നു. ഫിർഔൻ പറയൽ എന്താ അറിയോ? മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്തൊരു പടച്ചവൻ നിങ്ങൾക്കില്ല എന്നാണ് എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ മൂപ്പര മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, വേറെ പടച്ചവൻ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. അലൈസ ലീ മുൽകു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലയോ ഈ നൈലും വെള്ളവുമെല്ലാം ഒഴുകുന്നത് എൻ്റെ കാലിൻ്റെ താഴെയല്ലേ? അള്ളാഹു അതിന് അവൻ്റെ തലൻ്റെ മീതെ ഒഴുക്കി എന്നതാണ് അത്ഭുതം. കാലിൻ്റെ താഴെയല്ലേ ഒഴുകണമെന്ന് അവൻ പറഞ്ഞത്, അള്ളാഹ് അത് തലൻ്റെ മേലെ കൂടെ ഒഴുക്കി കൊടുത്തു. ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔന്റെ മുമ്പിലേക്ക് പോകണേ മൂസാ നബിയെ, ഇന്നഹു തഗാ, അവൻ അക്രമിയാണ്. അതിന് മൂസാ നബി അലൈഹിസ്സലാം തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രാർത്ഥന ചെയ്യുന്നു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് പരാജിതനായ ഫറോവയും വിജയിച്ച സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ നടക്കുന്ന സംവാദമാണ്. അത് വളരെ മനോഹരമാണ്. മൂസാ നബി അല്ലാഹുവിന്റെ സഹായം തേടിയിട്ട് പറഞ്ഞു, റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് ആയത്താണ്. ഇത് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ മാത്രം ചൊല്ലാനുള്ളതല്ല എന്നാണ്. ഏത് പ്രയാസവും മനസ്സിന് ഞെരുക്കവും നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോൾ ചൊല്ലണേ, റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 7 തവണ ചൊല്ലുമ്പോഴേക്കും അവരുടെ മനസ്സിന് ആശ്വാസമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബിശ്റഹ് ലീ സദ്രി, ആ മുഴുവൻ ചൊല്ലാം. അതിൽ ചിലപ്പോൾ നാവിൻ്റെ കെട്ടുകൾ അഴിക്കണമേ, ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവണേ എന്നൊക്കെയാണ് അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. അതും പറയാം, നിങ്ങൾ വേറെ പറയാൻ പോകുന്നല്ല, എന്നാലും അത് ചൊല്ലാം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എൻ്റെ മനസ്സിന് വിശാലത നൽകണമേ. റബ്ബിശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ റബ്ബേ. ഹൃദയ വിശാലത അതൊരു വലിയ സംഗതിയാണ്. നിങ്ങൾ എത്ര ചെറിയ വീട്ടിൽ താമസിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന് വിശാലതയുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹിതന്മാർ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികളായി വരും.
നിങ്ങൾ വലിയ വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഹൃദയം ചെറുതാണെങ്കിൽ അവിടെ കുടിയിരിക്കലിന് വരെ അധികം ആളും വരൂല. എന്തേ? മനുഷ്യന്മാർക്ക് വേണ്ടത് ഹൃദയ വിശാലതയാണ്. സ്ക്വയർ ഫീറ്റ് കുറഞ്ഞാലൊന്നൊരു കുഴപ്പമില്ല, ഖൽബിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറയരുത്. അതാണ് വിഷയം. ഹൃദയം വിശാലമാവണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽഇസ്ലാം أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله. അല്ലാഹു ഇസ്ലാമിലേക്ക് ഹൃദയത്തിന് വിശാലത കൊടുത്ത ഒരാൾ, പടച്ച തമ്പുരാൻ നൽകിയ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരാളും ഹൃദയം വിശാലമല്ലാത്ത, അള്ളാഹുവിനെ ഓർക്കാതെ ഹൃദയം സങ്കുചിതമായ ഒരു മനുഷ്യനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ലല്ലോ. ഹൃദയ വിശാലതയുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും ഈ ജീവിതം നിസ്സാരമാണെന്നും ഇവിടത്തെ ജീവിതം വളരെ ചുരുങ്ങിയതാണെന്നും പരലോകമാണ് എന്നുമെന്നും നിലനിൽക്കാനുള്ള ജീവിതം, ഇതെന്റെ പരീക്ഷയ്ക്കിരിക്കുന്ന ഒരു ലോകം മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയം അലാ നൂരിൻ മിർ റബ്ബി, അള്ളാഹു നൽകുന്ന പ്രകാശത്തിലാണ് അവർ ജീവിക്കുന്നത്. فويل للقاسية قلوبهم من ذكر الله. ദിക്റുകൾ ചൊല്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ മുഴുസമയവും പാട്ടും ക്രിക്കറ്റും ഫുട്ബോളും സിനിമയും വേണ്ടാത്തരങ്ങളും മാത്രം ചിന്തിക്കുന്ന ഹൃദയങ്ങൾക്ക് ഫവൈലുൻ, അവർക്ക് നാശമാണ് എന്ന് അള്ളാഹു തന്നെ പറയണ്. പിന്നെ നശിക്കാതിരിക്കോ? അവർക്ക് നാശമാണെന്ന് അല്ലാഹു പറയാ. ഫവൈലുൽ ലിൽഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹു ഹൃദയത്തിന് വിശാലത നൽകട്ടെ. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികും വനത്റുകു الذിക്റ അഹ്യാനൻ ഫനന്തകിസൂ. സജ്ജനങ്ങളായ ആളുകളെ ഓർത്തുകൊണ്ട് മഹാന്മാർ പറഞ്ഞ കവിതയാണിത്. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികും, ഞങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങളെ ഓർത്തുകൊണ്ടാണ് ഞങ്ങളുടെ അസുഖം മാറുന്നത്. ഞങ്ങൾ ചികിത്സിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലാണ്. മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണല്ലോ. മിൻ കിബാരി താബിഈനൽ അലാം, താബിഈങ്ങളിൽ മഹാന്മാരിൽപ്പെട്ട മഹാനാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റളിയല്ലാഹു അൻഹു. മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങളെ പോലെയുള്ള സൂഫി വര്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സങ്കുചിതത്വം തോന്നിയാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉന്മേഷം ചിലപ്പോൾ ഉണ്ടായിക്കോളാം. ഞാൻ പറയും, ഇപ്പം നിങ്ങൾ വേദന ഇത്ര ആൾക്കാരൊക്കെ കേൾക്കാൻ വന്നു, ഇനി ഒരു കാലഘട്ടം വരും, എത്രയൊക്കെ പബ്ലിസിറ്റി ചെയ്താലും ഒരു കുട്ടി കേൾക്കാൻ പറ്റാത്ത കാലം ഉണ്ടാവും. വരാത്ത കാലങ്ങൾ വരും. നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. കാലം അങ്ങനെയാണ്. നിങ്ങളൊക്കെ അള്ളാഹു മിനൽ മുസ്തഫൈനൽ അഖ്യാർ, അള്ളാഹ് തിരഞ്ഞെടുത്ത നല്ലവരായി അള്ളാഹു മാറ്റിത്തരട്ടെ. പക്ഷെ കാലം കഴിഞ്ഞതിന് ഇവിടെ ഇപ്പോൾ ഭയങ്കര ഗാനമേള എന്നൊക്കെ പറഞ്ഞ് അവിടെ തിക്കും തിരക്കുകൊണ്ട് പെരിന്തമണ്ണ വരെ ബ്ലോക്കായിട്ടുണ്ടാവും അല്ലേ? കാലം അങ്ങനെയാണ്. നന്മയ്ക്ക് വേണ്ടി കൊടിപിടിച്ചാൽ അതിന് കൂടാൻ ആളുകൾ ചിലപ്പോൾ കുറവായിരിക്കും. തിന്മയ്ക്ക് വേണ്ടി കൊടിപിടിച്ചാൽ അതിനൊരുപാട് ആളുകൾ, ഒരുപാട് ഫാൻസ് അസോസിയേഷൻ അതിനു വേണ്ടി പിന്നാലെ ഉണ്ടാവും. നിങ്ങളിതിനെത്തി, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യമാണ്. ഇദാ മരിദ്നാ, മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഹൃദയത്തിന് സങ്കുചിതത്വം വന്നാൽ, ചിലപ്പോഴൊന്നും ഈ നിസ്കരിക്കാനൊന്നും വല്ല ഉന്മേഷം തോന്നൂല. അത്ര ആൾക്കാരല്ലേ ദുആന്റെ ദിക്റിന്റെ മജ്ലിസുകളിൽ സ്ഥിരം വന്നിരുന്നവർ മെല്ലെ മെല്ലെ ഇങ്ങനെ റിവേഴ്സ് അടിക്കും. മെല്ലെ മെല്ലെ ചിലപ്പോൾ കച്ചവടമായിരിക്കും, ജോലിയായിരിക്കും, എന്തെങ്കിലും ഒരു തിരക്ക് പിടിക്കും. അപ്പോൾ വരാൻ കഴിയില്ല, ഒന്ന് മിസ്സാവും, അപ്പോൾ അടുത്തത് മിസ്സാവും, അപ്പോൾ അടുത്തത് മിസ്സാവും. പിന്നെ ഇനി പോയിട്ട് കാര്യമില്ല, 2-3 ആഴ്ച ഞാൻ പോയില്ലല്ലോ, അങ്ങനെ പറ്റ മിസ്സായി പോകും. മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സങ്കുചിതത്വം പോലെ ഞങ്ങൾക്ക് തോന്നിയാൽ മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങളുടെ മുഖം കാണാൻ ഞങ്ങൾ ചെല്ലുമായിരുന്നു. ആ മഹാന്റെ മജ്ലിസിൽ അവരുടെ മുഖം ഇങ്ങനെ നോക്കി നിൽക്കും ഞങ്ങൾ, എന്നിട്ട് തിരിച്ചു പോരും. ആ ഒരു നോട്ടം തന്നെ ഞങ്ങൾക്ക് ആഴ്ചകളോളം ഞങ്ങൾക്ക് ഊർജം നൽകിയിരുന്നു. മഹാന്മാരുടെ മുഖം. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികും വനത്റുകു الذിക്റ അഹ്യാനൻ ഫനന്തകിസൂ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള മഹത്തുക്കളെ ഓർത്തുകൊണ്ടാണ്. ആ ഓർമ്മ ഞങ്ങൾ ഒഴിവാക്കുമ്പോൾ ഫനന്തകിസൂ, ഞങ്ങളുടെ ഹൃദയം തിന്മയിലേക്ക്
തിരിച്ചു പോകുന്നുണ്ട്, നന്മയിൽ നിന്ന് മുഖം തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സജ്ജനങ്ങളുടെ ഓർമ്മകളും സജ്ജനങ്ങളുടെ സ്മരണകളും, ഈ ഉറൂസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, മഹാന്മാരുടെ ജീവിതം അനുസ്മരിക്കലാണ്, അവരെ പറയപ്പെടലാണ്. അവരുടെ നന്മകൾ നമുക്ക് തഹ്ഫീസ് ചെയ്യും, ഉന്മേഷം നൽകും, ഇൻസ്പിറേഷൻ നൽകും. അതിനാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. ഇദാ മരിളുനാ തദാവൈനാ ബിദിക്രികും വനത്റുകു الذിക്റ അഹ്യാനൻ ഫനൻതകിസു. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇനി മഹാനവറുകൾ അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ലോകത്ത് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉപകാരം, ജ്യേഷ്ഠൻ അനുജന് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടാകാം, ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ ജ്യേഷ്ഠന്റെ മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാകാം, ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ നമ്മൾ ഉപകാരം ചെയ്യൂലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നാൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ ഉപകാരം ചെയ്ത ഒരനുജനാണ്, ജ്യേഷ്ഠനോട് ഉപകാരം ചെയ്ത അനുജനാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. എന്താണ് ഉപകാരം? ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസ നബിയുടെ ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി. സീനായിൽ അവരുടെ ഖബർ കാണാറുണ്ട്, സീനാ മരുഭൂമിയിൽ തൂർ സീനയുടെ ഭാഗത്ത് മഖബറത്ത് ഹാറൂൻ അലൈഹിസ്സലാം. എന്താണ് മൂസ നബി ചെയ്തു കൊടുത്തെന്നറിയോ? വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ. അല്ലാഹുവേ വഅർസിൽ ഇലാ ഹാറൂൻ, എനിക്ക് നുബുവത്ത് നൽകിയതുപോലെ, എന്നെ നബിയാക്കിയതുപോലെ എൻ്റെ ജ്യേഷ്ഠനായ ഹാറൂൻ നബിക്കും നീ നുബുവത്ത് കൊടുക്കണമേ. അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്തു. ആ റെക്കമെൻഡേഷൻ അള്ളാഹു സ്വീകരിച്ചു. ഖാല ഖദ് ഊതീത സുഅലക യാ മൂസാ. ഹാറൂൻ നബിക്കും വഹി വരാൻ തുടങ്ങി. ഹാറൂൻ നബിയെ നബിയാക്കണേ, തൻ്റെ ജ്യേഷ്ഠനായ ഹാറൂൻ എന്നവരെ നബിയാക്കണേ എന്നാണ് മൂസ നബി പറഞ്ഞത്. ഇതിലും വലിയൊരു ഉപകാരം ഏതെങ്കിലും ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ടൊരു സഹോദരന് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉപകാരമാണ് മൂസ നബി ജ്യേഷ്ഠനായ ഹാറൂൻ നബിക്ക് ചെയ്തു കൊടുത്തത്. അവർ നബിയായി മാറി. മൂസ നബി പറഞ്ഞതാ, അല്ലാഹുവേ ഞാൻ മാത്രം പോരാ, എൻ്റെ ജ്യേഷ്ഠനായ ഹാറൂൻ നബിക്കും നീ നബുവത്ത് കൊടുക്കണം, പ്രവാചകത്വം നൽകണമേ. അല്ലാഹു രണ്ടുപേരെയും പറഞ്ഞേക്കാം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളോട് ഒന്ന് ഉണർത്താൻ വേണ്ടി സൂചിപ്പിക്കാൻ. ഈ ആയത്തിന് നല്ലൊരു ആശയമുണ്ട്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ശരിക്കും മനസ്സിലാക്കണേ. ചിലപ്പോൾ ചില തെറ്റുകൾ തിരുത്താനെന്നോണമോ, തെറ്റുകൾ ഉണർത്താനെന്നോണമോ, തെറ്റുകൾ മനുഷ്യരോട് വിളിച്ചു പറയാനോ ഒരുപാട് ആളുകൾ അവനെ വീട്ടുകുത്തരം ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണുള്ളത് ഈ ക്ലിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലതും പരിഹാസമായിരിക്കും, വളരെ സർക്കാസം, വളരെ വൾഗറായിട്ട് മോശപ്പെടുത്തി അടിച്ച് താറടിച്ച് ഇങ്ങനെയൊക്കെ നുണയും അല്ലാത്തതും സത്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമ്പോഴേ അവർക്ക് ചിലപ്പോൾ നല്ല ഉദ്ദേശമായിരിക്കും, ഒരു മനുഷ്യരെ തിരുത്തണം എന്നുദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരിക. എന്നെയൊക്കെ നന്നാക്കണം എന്ന് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അവരുടെ ആ ഉദ്ദേശം കൊണ്ടാണ് അവരെന്നെ ചീത്ത വിളിക്കുന്നത്. ഒരു പുസ്തകം പബ്ലിക്കിലും എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഞാൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ പറയുന്നത്. അവർ മോശക്കാരായത് കൊണ്ടല്ല, ഞാൻ നന്നാവട്ടെ എന്ന ആഗ്രഹം കൊണ്ട് അവർ പറയുന്നത്. അതുകൊണ്ട് അവരോട് പറയാം, ഞാനും ബാക്കിയുള്ള എല്ലാവരും നന്നാവണം. എന്ത് ചെയ്യണമെന്നറിയോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ തിരുത്തും സതുപദേശവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ സോഫ്റ്റ് ടോക്ക്, വളരെ സൗമ്യമായിട്ടേ നിങ്ങൾ സംസാരിക്കാവൂ. ആരോട്? ഫിർഔനിനോട്. മൂസ നബിയോടും ഹാറൂൻ നബിയോടും പറയാം, ആയിരക്കണക്കിന് മനുഷ്യരെ, കുഞ്ഞുമക്കളെ കൊന്ന ക്രൂരനാണവൻ. ആയിരക്കണക്കിന് ആൺകുട്ടികളെ കൊന്നിട്ടുണ്ട് മൂസാ നബി ജനിക്കുന്ന കാലത്ത്. എത്ര വലിയ ളാലിമുണ്ടാവുക? പിഞ്ചുമക്കളെ കൊന്നാള്. ആ ഫറോവയുടെ മുമ്പിൽ അവൻ ദൈവമാണ്, ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞ ആളോട് മൂസ നബിയെ നിങ്ങൾ സംസാരിക്കാൻ പോവാൻ. മൂസ നബിയെയും ഹാറൂൻ നബിയെയും അവന് തൊടാൻ കഴിയില്ല. അവര് നബിമാരല്ലേ, അവരിനി എന്ത് പറഞ്ഞാലും അവൻ എന്ത് ചെയ്താലും ഇവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഇത് മൂസ നബിക്ക് അറിയും, ഹാറൂൻ നബിക്ക് അറിയും, അള്ളാഹുവിനും അറിയാം. ഇന്നനി അന മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, പോയിക്കോളൂ എന്ന് അള്ളാഹ് പറഞ്ഞത്. പിന്നെ എന്തും പറയല, ഫറോവേ നീ ക്രൂരനാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാ എന്നൊക്കെ മൂസ നബിക്ക് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണെന്നറിയോ? ഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നല്ല സൗമ്യമായിട്ട് സംസാരിക്കണേ മൂസ നബിയെ. മോശമായ വാക്കുകളോ ചീത്ത പറച്ചിലോ ആക്ഷേപങ്ങളോ ഒന്നും വേണ്ട. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്,
ഫിർഔനിന്റെ സ്ഥാനപ്പേരെടുത്ത് വിളിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. മൂപ്പർക്ക് സ്ഥാനപ്പേര് അബൂ മുറ എന്നാണ് ഫിർഔനെ വിളിക്കാന്ന്. അബൂ മുറ, അവനാള് മരീറാണ്. മുറ എന്ന് പറഞ്ഞ കയ്പ് എന്നാണ്. അബൂ മുറ, യാ അബാ മുറ. മൂസാ നബി അങ്ങനെയാ ഫറോവയെ വിളിച്ചെന്ന്. ഫിർഔനെ എന്ന് വിളിച്ചില്ല എന്നാണ്. അല്ലെങ്കിൽ റംസീസ് രണ്ടാമനെ എന്ന് വിളിച്ചില്ല. യാ അബാ മുറ. അബ്, ഉമ്മ് എന്ന് ചേർത്ത് വിളിക്കുന്ന വാക്കുകൾ അറബികൾ സ്നേഹത്തിന് വിളിക്കുന്ന വാക്കാണ്. അങ്ങനെ ഫറോവയോട് സംസാരിക്കണം, മാന്യമായിട്ട് സംസാരിക്കണം. ആരോടായി പറയണത്? 2 നബിമാരോട്, ഏറ്റവും വലിയ മോശപ്പെട്ട മനുഷ്യനോട് ഏറ്റവും നല്ല ഭാഷയിലെ ഉപദേശിക്കാവൂ. അപ്പോഴേ അത് ആളുകൾ സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ സ്വീകരിക്കൂല. ആളുകൾക്ക് മനുഷ്യന്മാരല്ലേ. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളെ നിങ്ങൾ മുസ്ലിമീങ്ങളും ഇസ്ലാമിനെ സേവനം ചെയ്യണമെന്നും അഹ്ലുസുന്നയെ, ഇസ്ലാമിൻ്റെ അഖീദയെ സംരക്ഷിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ സ്വരവും നിങ്ങളുടെ ക്ലിപ്പുകളും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ വീഡിയോസും ഒക്കെ ഖൗലൻ ലയ്യിനൻ, വളരെ സോഫ്റ്റ് ആയിട്ടാവട്ടെ. ഹാറൂൺ റഷീദിന് മുമ്പിൽ ഒരു ആലിമ വന്നിട്ട് പറയാ, ഹാറൂൺ റഷീദേ, ഞാൻ 2 വാക്ക് നിങ്ങളെ പറഞ്ഞ് നന്നാക്കാൻ പോവാൻ. ഫഇന്നി മുഷിദ്ദുൻ അലൈക്, ഞാൻ ഇച്ചിരി ഗൗരവത്തിലാണ് നിങ്ങളോട്, മുഷദ്ദിദുൻ അലൈക്, ഇച്ചിരി ഗൗരവത്തിലാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഹാറൂൺ റഷീദ്, നിർത്തി നിങ്ങളെ വേല തുടങ്ങല്ലേ. പിന്നെ എന്നെക്കാളും മോശപ്പെട്ട ഒരാളോട് നിങ്ങളെക്കാളും മെച്ചപ്പെട്ട 2 ആള് പോയി വർത്താനം പറയുമ്പോൾ അള്ള പറഞ്ഞ് നല്ല നിലക്ക് വർത്താനം പറയുന്നതാണ്. എന്നിട്ട് ഞാൻ ഫിറൗനെക്കാളും മോശമല്ലല്ലോ, നിങ്ങൾ 2 അമ്പിയാക്കന്മാരെക്കാളും മുന്തിയ ആളും അല്ലല്ലോ, അതുകൊണ്ട് നല്ല നിലക്ക് പറയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഫിറൗനോട് വരെ പറയുമ്പോൾ നല്ല നിലക്ക് പറയണമെന്നാ, പിന്നെ എന്തിനു നിങ്ങൾ എന്നോട് പറയണത്? പിന്നെ നിങ്ങൾ മൂസാ നബി ഹാറൂൻ നബിയെക്കാളൊക്കെ മുന്തിയ ആളാണോ? അല്ലല്ലോ, നബിമാരല്ലേ മേലെ. അപ്പം എന്ത് ചെയ്യണ്ട, അങ്ങനെ കടുപ്പിച്ചൊന്നും പറയണ്ട, കാര്യം സരളമായി പറഞ്ഞെന്നാ മതി. അതാണ് ഇസ്ലാമിൻ്റെ രീതി. ഇത് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു അൻ യഖ്ഷ, മേബി ഹി വിൽ ബി റിമൈൻഡഡ്, ഓ മേബി ഗോഡ് ഫിയറിംഗ്. ഒരുപക്ഷെ അവൻ അല്ലാഹനെ ഭയപ്പെടാം, ഒരുപക്ഷെ അവൻ നന്നായേക്കാം, അവൻ ചിന്തിച്ചേക്കാം. അതിനെന്ത് ചെയ്യണം? സോഫ്റ്റ് വാക്കുകൾ പറയണം. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, യാ അബാ മുറ ഉഖന്നീഹി ഹീന ഉനാദീഹി ലിഉക്രിമഹു ولا ألقبه فالسوءة اللقب كذاك أدبت حتى صار من خلقي أني وجدت ملاك الشيمة الأدب ഉക്കന്നീഹി. ഒരാളെ പേര് വിളിക്കുമ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്ന നല്ല പേരാണ് വിളിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അവരുടെ ഏതെങ്കിലും ഇഷ്ടപ്പെടാത്ത പേരുകൾ വെച്ചുകൊണ്ടല്ല ഞാൻ വിളിക്കുന്നത്. കദാക ഉദ്ദിബ്തു, അങ്ങനെയാണ് എനിക്ക് അച്ചടക്കം പഠിപ്പിക്കപ്പെട്ടത്. ആ അച്ചടക്കമാണ് ഞാൻ പഠിച്ചത്. ഹത്താ സാറ മിൻ ഖുലുഖി, അതെന്റെ സ്വഭാവമാണ്. അന്നീ വജത്തു മിലാക ശീമത്തിൽ അദബു, ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് അദബാണ്, മാന്യതയാണ്, ബഹുമാനം കാണിക്കലാണ്. അങ്ങനെ ആളുകളോട് സംസാരിക്കാവൂ. ഇത് ദഅവത്തിന്റെ ഒരു രീതിയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് ചെന്ന് പറയുകയാണ്, ഫറോവേ, നിങ്ങൾ ഒരു രാജാവല്ലയോ? അൻത മിസ്ലുക യുസ്ലിഹുന്നാസ്, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ജനങ്ങളെ നന്നാക്കാൻ കഴിയുന്ന ആളുകളല്ലേ? വമിസ്ലുക ഇമാമുൻ യുഖ്തദാ ബിഹ്, ഫറോവ, നിങ്ങളൊരു നേതാവാണ്, നിങ്ങളെയാണ് ജനങ്ങൾ അംഗീകരിക്കുക. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, അങ്ങനെ ഒരു അറബിയിൽ ഒരു വാക്കുണ്ട്, ഹദീസ് അത്ര ഒന്നും അറിയില്ല. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, രാജാവിന്റെ മതം എന്താ? അതിനെ കാരണം നാട്ടുകാരെ മതം അങ്ങനെയാണ്. രാജാവ് സുന്നിയാണെങ്കിൽ സുന്നി, രാജാവ് പിന്നെ ബിദ്അയാണെങ്കിൽ ജനങ്ങളും ബിദ്അയികളാവും. അങ്ങനെയാണ് അത്, അങ്ങനെ ജനങ്ങൾ അങ്ങനെയാണല്ലോ. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, അതുകൊണ്ട് ഫറോവ ഫഅസ്ലിം വഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം സംസാരിക്കുമ്പോൾ ഫറോവയുടെ ചോദ്യം, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ, ശ്രദ്ധിക്കണേ, ആരാണ് നിങ്ങൾ 2 പേരുടെയും പടച്ചവൻ മൂസാ നബിയേ എന്ന് ചോദിക്കുകയാണ്. അതിന് മൂസാ നബിക്ക് കൊടുക്കാൻ മറുപടി അല്ലാഹു എന്നാണെങ്കിൽ ഫറോവ പറയും, എൻ്റെ പടച്ചവൻ അല്ലാഹ് തന്നെയാണ്. റബ്ബി, എൻ്റെ റബ്ബാണ് എൻ്റെ പടച്ചവൻ. ഫറോവ പറയും, ഞാനും റബ്ബ് തന്നെയാണ്. പക്ഷേ മൂസാ നബി, ആരാണ് നിങ്ങളുടെ റബ്ബെന്ന് മൂസാ നബിയോട് ഫറോവ ചോദിച്ചതിന് മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി വളരെ അത്ഭുതമാണ്. ഇമാം സമഖ്ശരി സാഹിബുൽ കശാഫ്, ഇമാം സമഖ്ശരി